എന്തോ സാമ്പാടി അല്ലേ? വൈകിട്ടത്തേനുള്ള ഫുഡിലായിരിക്കും അല്ലേ? ഇസ്മോള് ഇവിടെ പൊറോട്ട മേടിക്കാനായിട്ട് വരാറുണ്ടായിരുന്നോ? ഇടയ്ക്ക് വന്നതല്ലേ? പിള്ളേർക്കൊക്കെ ആയിട്ട് പൊറോട്ട മേടിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നല്ലേ? ചേച്ചി നമസ്കാരം. ചേച്ചി ജിസ്മോൾ ഇവിടെ വരാറുണ്ടായിരുന്നു അല്ലേ? അതല്ലേ? ചേച്ചിയോട് എങ്ങനെ വിഷമങ്ങൾ വല്ലതും പറയാറുണ്ടോ ജിസ്മോള്? എന്നാ അറിഞ്ഞത് ജിസ്മോള് ഇങ്ങനെ അപകടപ്പെട്ടു എന്നാ അറിഞ്ഞേ? അതെ. എന്താ ചേച്ചി ഇങ്ങനെ അവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് ജിസ്മോക്ക് നീതി കിട്ടാൻ ആഗ്രഹമില്ലേ? ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ നീതിക്ക് തന്നെ നിയമം മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റ് പല ചാനലുകളും ജിസ്മോളുടെ ഈ മരണത്തെ തേച്ച് മാച്ച് കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ കൊണ്ടുവരാതെ ഇതിൻ്റെ ഒരു നീതി മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. തെക്കുമുറി. അമ്മ ഈ ജിസ്മോളെ അറിയോ? അറിയും. അതല്ലേ? എത്ര കാലമായിട്ട് അറിയാം ജിസ്മോളെ? ഒരു 6 വർഷമായിട്ട് അറിയാം. ഞങ്ങളുടെ വാർഡിലെ മെമ്പറായിരുന്നു, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്നു. ജിസ്മോളെ എങ്ങനെയായിരുന്നു അമ്മ ഇവിടുത്തെ ഈ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ എങ്ങനെയാണ് ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സഹകരണമായിരുന്നു എല്ലാവരുമായിട്ട്. ഞങ്ങൾക്ക് വലിയ കാര്യമായിരുന്നു. ഞങ്ങളോടും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളിക്കാരി മെമ്പറായിരുന്നപ്പം സഹകരിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഫോൺ വിളിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു പറഞ്ഞാൽ മതി, അപ്പോൾ അത് ചെയ്തു തരാറുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ നമുക്കൊന്ന് ഭയങ്കര വിഷമമായിപ്പോയി. ആത്മഹത്യ ചെയ്ത് എന്തിനാന്ന് നമുക്കത് എത്രയല്ല, എന്തിനാ അങ്ങനെ ചെയ്ത? ഇത്ര ഒരു അഡ്വക്കേറ്റൊക്കെ ആയിരുന്ന ഒരാള് എന്തിനെങ്ങനെ ചെയ്തു? അതാ നമ്മളും ഇപ്പൊ പറഞ്ഞ ജീവിച്ചു കൂടായിരുന്ന കൊച്ചു പിള്ളേരെയും കൊണ്ട് അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്ന് നമ്മളും വിചാരിക്കുന്നത്. അതെന്താന്ന് നമുക്കും അറിയത്തില്ല എന്നാ കാരണമെന്ന്. ഇവിടെയൊക്കെ വരാറുണ്ടായിരുന്നല്ലേ? പഞ്ചായത്തിന്റെ സേവനത്തിന്റെ ഭാഗമായിട്ട് ഈ വീടുകളിലൊക്കെ എല്ലാവർക്കും ഗുണകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ എല്ലാവരോടും ഭയങ്കര സൗഹാർദ്ദപരമായിട്ടുള്ള ഇടപെടലായിരുന്നല്ലേ? എല്ലാവരുടെയും വിഷമങ്ങളിൽ പങ്കുചേർന്നിട്ടുണ്ട്. അതുപോലെ അമ്മയോടാണെങ്കിലും ഈ അമ്മയാണ് ഈ ജിസ്മോളുടെ അമ്മയാണെങ്കിലും നല്ല കഴിവുള്ള ഒരു ജിസ്മോളുടെ അമ്മയായിട്ട് കൂട്ടായിരുന്നോ? പിന്നെ കൂട്ടാ പേരെന്നാ? എത്രയിലാ പഠിക്കുന്നേ? ഏത് സ്കൂളിലാ? പ്രകാശിന്റെ പേര്? പ്രകാശിലാ പഠിക്കുന്നേ. പ്രകാശ് വിദ്യാലയത്തിലല്ലേ? പഠിക്കാൻ എടുക്കാനാണോ? ജിസ്മോളെ അറിയോ? അതെയോ? വേണ്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം വേണ്ടിട്ടുണ്ടല്ലേ? എന്നാ ചോദിച്ചാ? അതെയോ? മണക്കുഴിയൊക്കെ ഉണ്ടല്ലോ. അതെ, ഇപ്പൊ ഇന്ന് സ്കൂൾ അടച്ചേക്കുമല്ലേ? കൂട്ടുകാർ പിള്ളേരൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ. എന്നാ പ്രിയരെ, വളരെ വിഷമ ഉള്ളൊരു ഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. കാരണം ഈ നാട്ടിലെല്ലാം നമ്മളിന്ന് ഒരു രാവിലെ മുതൽ ഈ ഏരിയയിലെല്ലാം സഞ്ചരിച്ചു. എല്ലാ ആൾക്കാരും ഈ ജിസ്മോളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ആരും ഒരു വീട്ടുകാർ പോലും ഒരു മോശമായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരു മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ജിസ്മോൾക്ക് ഉണ്ട് എന്നുള്ള സൂചന പല ചാനലുകാരും ഇന്ന് രാവിലെ തന്നു. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. കാരണം ഷൈനിയുടെ വാർത്തകൾ നമ്മൾ തുടക്കം മുതൽ ചെയ്തു. കാരണം അത് വാർത്തകൾ നമുക്ക് ചെയ്യേണ്ട അനിവാര്യമായിരുന്നു. കാരണം പല വാർത്തകൾ അവർ നാട്ടിൽ നിന്ന് തന്നെ പല വാർത്തകൾ എടുത്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്ക് പിടികിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഷൈനി അനുഭവിച്ച അതേ കൊടിയ പീഡനമാണ് ഈ ജിസ്മോളും അനുഭവിച്ചിരിക്കുന്നത്. വീടുകളിൽ ജിസ്മോക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അമ്മായിമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ കൊടിയ പീഡനമാണ് ജിസ്മോക്ക് ഈ ഒരു ദുരവസ്ഥയിലേക്ക് കടന്നു പോകേണ്ട വന്ന എന്നാണ് അറിഞ്ഞിരുന്നത്. കുടുംബ പാരമ്പര്യം, ആ കുടുംബ മഹിമ കാത്തു സൂക്ഷിക്കാനായിട്ട് ജിസ്മോൾ ഒരു പരിധിവരെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ സ്വന്തം വീട്ടിലോ അതുപോലെ നാട്ടുകാരോട് പറയാതെ പോയി. ജിസ്മോക്ക് നല്ല പൊള്ളലോ കാര്യങ്ങളൊക്കെ മേത്തോടെ തുടയിലൊക്കെ നല്ല പൊള്ളൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. ഈ വാർത്തകൾ ഒരിക്കലും തേച്ച് മാച്ച് കളയാനായിട്ട് പറ്റത്തില്ല. ഈ ജിസ്മോളുടെ ഒപ്പം ഈ നാടുണ്ട്, ഈ നാട്ടുകാരുണ്ട്. എന്താണെങ്കിലും ശക്തമായ
ഒരു പ്രതിഷേധങ്ങൾ കാര്യങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജിസ്മോൾക്ക് നീതി കിട്ടുന്ന വില നീതി കിട്ടുന്നിടം വരെ ഈ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നേറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജിസ്മോയുടെ ആത്മാവിന് ഒരു നിത്യശാന്തി കിട്ടാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എന്താണെങ്കിലും ഈ ഹാർഡ് ഫാർമൻ ചാനൽ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നവരെ, ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നിടം വരെ ഹാർഡ് ഫാർമൻ എന്ന ചാനൽ അഹോരാത്രം പ്രയത്നിക്കും. ഈ നാട്ടുകാരുടെ ഒപ്പം ഹാർഡ് ഫാർമർ എന്നും, അതായത് ഈ വാർത്തകളുടെ അവസാനം വരെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. എല്ലാവർക്കും ശുഭദിനം. എല്ലാവർക്കും